അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹെവി വാട്ടറിനെ പറ്റിയാണ്. അപ്പം എന്താണ് ഹെവി വാട്ടർ? നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഹൈഡ്രജൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഹൈഡ്രജൻ നല്ല രീതിയിൽ റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ് അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത് എന്താണ് ഹെവി വാട്ടർ? ആരാ കണ്ടെത്തി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. യുറയാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം എന്താ കണ്ടെത്തിയത്? നമ്മുടെ നോർമൽ ആയിട്ടുള്ള വാട്ടറിനകത്ത് 0.016% ആരാ ഉള്ളത്? ഹെവി വാട്ടർ ഉണ്ട് എന്ന് ആര് കണ്ടെത്തി? യുറേ കണ്ടെത്തി. ഏത് വർഷമാണ് കണ്ടെത്തിയത്? 1932. ഇനി ഹെവി വാട്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ പ്രൊലോങ്ഡ് ഇലക്ട്രോളിസിസ് ഓഫ് ഓർഡിനറി വാട്ടർ കണ്ടെയ്നിങ് സ്മാൾ എമൗണ്ട് ഓഫ് NaOH when ordinary water is electrolyzed. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേ കാര്യം പഠിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ ഡ്യൂട്ടീരിയത്തിൻ്റെ വാട്ടറിനെ അല്ലെങ്കിൽ ഹെവി വാട്ടറിനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ് ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കാം, പിന്നെ എങ്ങനെയാണ് ഡീകമ്പോസിഷൻ വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ഹെവി വാട്ടറിനെ നമുക്ക് ഇലക്ട്രോളിസിസ് വഴി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇലക്ട്രോളിസിസ് വഴി ഉണ്ടാക്കണമെങ്കിൽ ഓർഡിനറി വാട്ടറിനെ നമ്മൾ NaOHന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുക? ഇലക്ട്രോളിസിസ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഹെവി വാട്ടറിനെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുമ്പോഴും നമുക്ക് ഹെവി വാട്ടറിനെ കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആദ്യം അതിൽ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്ത് കളയും. അങ്ങനെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള റെസിഡ്യുവൽ ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനകത്ത് റിച്ച് ആയിട്ടുള്ളത് ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡ്, അതായത് ഹെവി വാട്ടർ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ അല്ലേ. ഇനി ഹെവി വാട്ടർ ഈസ് എ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ലിക്വിഡ് ആണ്. നിയർലി ആൾ ദ ഫിസിക്കൽ കോൺസ്റ്റൻസ് ഫോർ ഹെവി വാട്ടർ ആർ ഹയർ ദാൻ ദോസ് ഓഫ് ഓർഡിനറി വാട്ടർ. അതായത് ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ കളറില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, ടേസ്റ്റ് ഇല്ലാത്ത ലിക്വിഡാണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോഴേ നമുക്ക് ഊഹിക്കാം ലിക്വിഡാണ്. അപ്പോൾ വേറെ സ്റ്റേറ്റിലൊന്നും കാണൂല. അപ്പം നിറമില്ല, മണമില്ല, ടേസ്റ്റ് ഇല്ല, ഇങ്ങനത്തെ ഒരു ലിക്വിഡാണ് ഹെവി വാട്ടർ. ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റുകളെല്ലാം തന്നെ നമ്മുടെ ഓർഡിനറി വാട്ടറിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ. അപ്പം എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് നോക്കാം. മോളിക്കുലർ മാസ് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. മോളിക്കുലർ മാസ് വാട്ടറിനേക്കാൾ കൂടുതലാണ് ഹെവി വാട്ടറിനുള്ളത്. നമുക്കറിയാം വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണെന്ന് നമുക്കറിയാം. 18 18 സംതിങ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നത് 18 അപ്പം ഹെവി വാട്ടറിൻ്റെ എത്രയാണ്? 20.0276 ആണ്. അതായത് ഏകദേശം 20 നമ്മൾ ഹെവി വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെൽറ്റിംഗ് പോയിന്റ് ഇതൊക്കെ പറയുന്നത് കെൽവിനിലാണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ് 0°C ആണ്. കെൽവിനിലാക്കുമ്പോൾ 273 അല്ലേ. അത് ഡ്യൂട്ടീരിയത്തിൻ്റെ വാട്ടർ ആകുമ്പോഴത്തേക്കാണ് അത് അങ്ങനെ ആയിരിക്കും. ഹെവി വാട്ടർ ആകുമ്പോഴത്തേക്ക് 276.8 അതായത് ഒരു 3.8 അധികമായിട്ട് വരും. ബോയിലിംഗ് പോയിന്റ് പറയുകയാണെങ്കിൽ 373 കെൽവിനാണ്. അതില്ലെങ്കിൽ 100°C ആണ്. നമ്മുടെ ഡ്യൂട്ടീരിയത്തിൻ്റെ വാട്ടർ അല്ലെങ്കിൽ ഹെവി വാട്ടർ ആകുമ്പോൾ എത്ര വരും? 1.4 കൂടെ അധികം വരും. അതായത് 374.4 ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഡെൻസിറ്റി എത്രയാണ്? വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മൾ എപ്പോഴും 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 ആണെങ്കിൽ ഹെവി വാട്ടറിൻ്റെ 1.106 ആണ്. ഇനി ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എത്രയാണ്? ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ 40.66 ആണ് വാട്ടറിൻ്റെത്. 41.61 ഹെവി വാട്ടറിൻ്റെ വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ഹീറ്റ് ഓഫ് ഫോർമേഷൻ -285.9 ഹെവി വാട്ടറിൻ്റെ ആണെങ്കിൽ -294.6 വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് എന്താണ്? ഇതിൻ്റെ യൂസും കൂടെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെവി വാട്ടറിനെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ആദ്യം തന്നെ കിടക്കുന്ന PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആസ് എ മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഹെവി വാട്ടർ ആണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം. ഇൻ ദ സ്റ്റഡി മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിങ് ഹൈഡ്രജൻ ഇൻവോൾവ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിൻ്റെ സ്റ്റഡി മെക്കാനിസം അറിയാനും നമ്മൾ ഹെവി വാട്ടറിനെ യൂസ് ചെയ്യാറുണ്ട്.
പിന്നെ എന്താണ്, ഡ്യൂട്ടീരിയത്തിൻ്റെ മെയിൻ സോഴ്സാണ് ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഈ ഹെവി വാട്ടർ എന്ന് പറയുന്നത് നോർമൽ വാട്ടർ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും ഹ്യൂമൻ ബീങ്സിനൊക്കെ ആണെങ്കിലും എന്താണ്, ഇഞ്ചറീസ് ഉണ്ടാക്കും. എന്താ കാര്യമെന്ന് വെച്ചാൽ സ്ലോവർ റേറ്റ് ഓഫ് D+ ഡ്യൂട്ടീരിയത്തിൻ്റെ അയോൺസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ എൻസൈം കാറ്റലിസ്റ്റിക് റിയാക്ഷൻസ് കമ്പയർ വിത്ത് H+ അയോൺ ഇൻ ഓർഡിനറി വാട്ടർ. സാധാരണ നമ്മൾ വാട്ടറിലുള്ള H+നേക്കാളും എന്താണ്, ഡ്യൂട്ടീരിയത്തിൻ്റെ അയോൺ എന്ന് പറയുന്നത് എൻസൈം കാറ്റലിസ്റ്റിക് റിയാക്ഷൻ്റെ പാർട്ടായിട്ട് പ്രവർത്തിക്കും. അതിൻ്റെ എന്താണ്, റേറ്റ് കുറയ്ക്കും. എൻസൈം കാറ്റലിസ്റ്റിക് റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കും. അതുകൊണ്ട് അത് നമുക്ക് ഇഞ്ചറീസ് നൽകും. അതുകൊണ്ട് ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ കുടിക്കാനൊന്നും കൊള്ളാവുന്ന വെള്ളമല്ല. ഓക്കെ, അത് ഇത് എനിക്ക് മോഡറേറ്ററായിട്ട് ഉപയോഗിക്കാനോ ഡ്യൂട്ടീരിയത്തിൻ്റെ മെയിൻ സോഴ്സായിട്ട് ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ അതുകൊണ്ട് ഗുണമുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ എല്ലാം റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.